ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ പി ഓഫ് ഇ ഗിവൺ എഫ് വേർ എ കോയിൻ ഈസ് ടോസ് 3 times. എ കോയിൻ ഈസ് ടോസ് 3 times. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഓൺ തേർഡ് ടോസ്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഓൺ ഫസ്റ്റ് 2 tosses. ക്വസ്റ്റ്യൻ വല്ല മനസ്സിലായോ? ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ടോസിങ്ങിൽ ഹെഡ് കിട്ടണം. മൂന്നാമത്തെ ടോസിങ്ങിൽ ഹെഡ് കിട്ടണം, അത്രയേ ഉള്ളൂ. ഇ എന്ന് പറഞ്ഞാൽ 3 തവണയാണ് ടോസ് ചെയ്യുന്നത്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ടോസിങ്ങിൽ ഹെഡ് കിട്ടണം. ഓക്കെ ആണോ? ഇങ്ങനത്തെ ഒരു അപ്ലിക്കേഷൻ പ്രോബ്ലം വന്നാൽ ഫോർമുല ഇല്ലാതെ ചെയ്യുന്നതാണ് നല്ലത്. കുറച്ചുകൂടി നല്ലത് അതാണ്. ഇതുപോലത്തെ വേർഡ് പ്രോബ്ലംസ് വരുമ്പോഴേ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. കോയിൻ ടോസ് ചെയ്യുന്നു അല്ലേ? സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ ഈ ഗിവൺ എഫ് അല്ലേ നമുക്ക് കാണേണ്ടത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? എഫ് ഓൾറെഡി ഒക്കർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എഫ് ഓൾറെഡി നടന്നു കഴിഞ്ഞു എങ്കിൽ ഈയുടെ ചാൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ എഫ് ഒക്കർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതിയാൽ മതി. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്തു. അതിൽ ആദ്യത്തെ 2 ടോസിങ്ങും ഹെഡ് കിട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ അർത്ഥം അതാണല്ലോ, എഫ് ഈസ് ഓൾറെഡി ഒക്കേർഡ്. ഇൻ ദ ഗിവൺ എക്സ്പെരിമെൻറ്റ് എഫ് ഈസ് ഓൾറെഡി ഒക്കേർഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എത്രയാണ്? അപ്പോൾ കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്തു. അതിൽ ആദ്യത്തെ 2 ടോസിങ്ങിൽ ഹെഡ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ സാമ്പിൾ സ്പേസ് പറ. ആദ്യത്തെ 2 ടോസിങ്ങിൽ ഹെഡ് കിട്ടിക്കഴിഞ്ഞു, എച്ച്. മൂന്നാമത്തെ ടോസിങ്ങിൽ എന്ത് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എഫ് ആണ് നടന്നിട്ടുള്ളത്, ഇ നടന്നെന്ന് പറഞ്ഞിട്ടില്ല. എഫ് ഒക്കർ ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ആദ്യത്തെ 2 ടോസിങ്ങിൽ ഹെഡ് കിട്ടിക്കഴിഞ്ഞു. മൂന്നാമത്തെ ടോസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ ടോസിങ് ചിലപ്പോൾ ഹെഡായിരിക്കാം, അല്ലെങ്കിൽ ടെയിലായിരിക്കാം. എച്ച് ആവാം, അല്ലെങ്കിൽ HHT ആവാം. ഇതിലേതെങ്കിലും ഒന്ന് വരും. അപ്പോൾ എഫ് ആണ് ഒക്കർ ചെയ്ത് കഴിഞ്ഞ കാര്യം. ഈ നടന്നിട്ടില്ല കേട്ടോ. ഈ ഒക്കർ ചെയ്യാനുള്ള ചാൻസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എഫ് ഒക്കർ ചെയ്തു എന്നുള്ള രീതിയിലുള്ള സാമ്പിൾ സ്പേസ് എഴുതാം. അത് HH ആവാം, അല്ലെങ്കിൽ HHT ആവാം. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ആൻസർ മനസ്സിലായല്ലോ, ദ റിക്വയർഡ് പ്രോബബിലിറ്റി. ഇതിൽ നിന്ന് മൂന്നാമത്തെ ടോസിങ് ഹെഡ് ആവാനുള്ള ചാൻസ്. മൂന്നാമത്തെ ടോസ് ഹെഡ് ആവാനുള്ള ചാൻസ് ഈ കൂട്ടത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇത് മൂന്നാമത്തെ ടോസ് ഹെഡ് അല്ലല്ലോ. അപ്പോൾ ഈ എഴുതിയ സാമ്പിൾ സ്പേസിൽ ഇത് മാത്രമേ ഫേവറബിൾ ആയിട്ടുള്ളൂ. ആർക്ക്? ഇക്ക്. പോരന്നേ ഉള്ളൂ ഈ സാമ്പിൾ സ്പേസിൽ ഔട്ട് ഓഫ് 2 കേസസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ആൻസർ.